കഠിനംകുളം കൊലപാതകത്തിലെ പ്രതി പിടിയിലായിരിക്കുന്നു. കോട്ടയത്ത് നിന്നാണ് ജോൺസൺ പിടിയിലായത്. അവശനിലയിലായിരുന്നു പ്രതി. ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് വിലയിരുത്തുന്നത്. വി വിനോദ് ഉണ്ട്. വിനോദ്, എപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടിയത്? എങ്ങനെയായിരുന്നു ആ ദൗത്യം? അഭിലാഷ്, കോട്ടയം ചിങ്ങവനത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ പിടിയിലാകുമ്പോൾ, പോലീസിന്റെ കസ്റ്റഡിയിലാകുമ്പോൾ അവശനിലയിലായിരുന്നു. വിഷം കഴിച്ചു എന്ന സംശയത്തെ തുടർന്ന് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വളരെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി കഠിനംകുളത്തെ യുവതിയുമായി പരിചയത്തിലാവുകയും 1 വർഷത്തോളം ആ ബന്ധം തുടരുകയും ലൈംഗികമായി യുവതിയെ ചൂഷണം ചെയ്യുകയും അതിനുശേഷം ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും പിന്നീട് ഒപ്പം വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ആവശ്യങ്ങൾ നിരസിച്ചതിനെ തുടർന്നാണ് ആതിര എന്ന 30-കാരിയെ കഴുത്തിന് മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. പ്രതി ലോഡ്ജിൽ നിന്ന് കത്തിയുമായി ഈ വീട്ടിലേക്ക് കൃത്യം നടന്ന ദിവസം എത്തുന്ന ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചത്. 1 വർഷത്തിലേറെയായി ഇവർ ഈ പരിചയത്തിലായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയത്തിലായിരുന്നു. 7 മാസം മുൻപ് ഈ വിവരം ഭർത്താവ് രാജീവ് മനസ്സിലാക്കുകയും ഇത് വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർ ഈ ബന്ധം തുടരുകയും ഇരുവരും പലയിടങ്ങളിലായി ഒരുമിച്ച് യാത്ര നടത്തുകയും ചെയ്തു. ഈ സമയത്താണ് സ്വകാര്യ നിമിഷങ്ങളിലെ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തുന്നത്. ഇയാൾ കൊല്ലം സ്വദേശിയാണ്, വിളവാപുരം സ്വദേശിയാണ് ജോൺസൺ. പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊച്ചി ചെല്ലാനത്തേക്ക് മാറിയിരുന്നു. അവിടെ വിവാഹിതനായി 3 കുട്ടികളുടെ അച്ഛനാവുകയും ചെയ്തു. അതിനുശേഷം ആ ബന്ധം വേർപെടുത്തി. അവിടെ തന്നെ സൈക്കോ ഔസേപ്പ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇയാളുടെ ഈ മോശം സ്വഭാവത്തെ തുടർന്ന് ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇൻസ്റ്റയിലൂടെ ഇങ്ങനെ ഈ കഠിനംകുളം സ്വദേശിയായ പൂജാരിയുടെ ഭാര്യയെ പരിചയപ്പെടുന്നത്. ആ ബന്ധം വഷളാവുകയും അതിനൊടുവിൽ കൊലപാതകം നടക്കുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ചയാണ് ഈ കൊലപാതകം നടക്കുന്നത്. രാവിലെ 8:30 മണിക്ക് മകനെ സ്കൂളിലേക്ക് ആതിര അയച്ചിരുന്നു. പുലർച്ചെ 5 മണിയോടുകൂടി ഭർത്താവ് സമീപത്തെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് 8:30 മണിക്ക് ശേഷമാണ് ഈ വീട്ടിലേക്ക് പ്രതി എത്തുന്നത്. കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ടായിരുന്നു കൊലപാതകം നടത്തിയത്. നേരത്തെ തന്നെ വധഭീഷണി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കത്തിൽ സംസാരിച്ച് തീർത്തിട്ടുണ്ടാകണം എന്നാണ് കരുതേണ്ടത്. കാരണം ഈ പ്രതി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബഹളമോ നിലവിളിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ പ്രതിക്ക് ചായ നൽകുകയും ചെയ്തു. അതിനർത്ഥം ഈ യുവതിയെ പറഞ്ഞ് വശീകരിച്ച് കൊല നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തർക്കങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതായി അഭിനയിച്ചുകൊണ്ട് ഈ വീടിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒടുവിൽ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന 2-ചക്ര വാഹനവുമായി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ആ 2-ചക്ര വാഹനം അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ട്രെയിനിൽ കടന്നു കളഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചിങ്ങവനത്താണ് പ്രതി പിടിയിലായിരിക്കുന്നത്. അഭിലാഷ്.